വേണ്ട, ഇതാണ് തേള്. ലൈവ് തേൾ ഡെമോൺസ്ട്രേഷനാണ്. എന്താ ചെറിയ പേടിയോടെയാണ് നിൽക്കുന്നത്. ചാടി കുത്തുന്നതൊന്നും എനിക്കറിയത്തില്ല. തേള് കുത്തിയാൽ മരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തേള് കുത്തി ചത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വേണ്ട, ഞാനിവനിൽ നിന്ന് പ്രകോപിപ്പിച്ച് നോക്കട്ടെ, ഇവനെന്ത് ചെയ്യും. എൻ്റെ അമ്മച്ചി, അയ്യോ, ഞാൻ ചാടി ഇങ്ങനെ നിൽക്കുക. വേണ്ടാ, അപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ എൻ്റെ മുൻപിൽ കൂടി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഒരിടവഴി കൂടി ഞാൻ വരുമായിരുന്നു. അപ്പോൾ റോഡ് ക്രോസ് ചെയ്താൽ ഇങ്ങനെ വന്ന് തിരിഞ്ഞ് നിൽക്കുവാണ്. ഇതൊക്കെ വല്ല കയ്യില കലയില കൊണ്ടു കഴിഞ്ഞാൽ എന്നാ ചെയ്യും എനിക്ക് വേണ്ട. എൻ്റെ വാലിങ്ങനെ കൂർപ്പിച്ച് ത്രസിപ്പിച്ച് പിടിച്ചിരിക്കുകയാണ്. വേണ്ട, ഞാൻ എൻ്റെ അമ്മ പേടിപ്പിക്കരുത്. ഇങ്ങനെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പേടിയാണ്. പാമ്പിനെയാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. ഒരിക്കൽ പാമ്പ് വണ്ടിയിലുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചാടി ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കാറിൻ്റെ പുറകിലൊരു കുഞ്ഞ് നിൽക്കുന്നത് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ എൻ്റെ പുറത്തോടെ ഞാൻ കയറ്റിക്കൊണ്ട് പോയത്. പാമ്പ്, പഴയ ഇത് എട്ടുകാലി, ഇതിനെയൊക്കെ എനിക്ക് പേടിയാണ്. തേള്, വേറെ ഒന്നിനും എനിക്കങ്ങനെ പേടിയില്ല. പട്ടിയൊക്കെ വന്നാൽ ഞാൻ ഒരു വിധമൊക്കെ പിടിച്ച് ഓടി. പട്ടിയെ ഒരുപാട് കടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വേണ്ട, എന്തായാലും സൂം ചെയ്ത് നോക്കട്ടെ. ഞാനിടെ അങ്ങനെ ഓടി വരുമോ? ഇങ്ങോട്ട് ഓടി വരരുതേ. ഇത്ര ക്ലാരിറ്റി പോരാ. എൻ്റെ അമ്മ, ഇതില്ല, സ്റ്റെബിലൈസേഷൻ ഇല്ല. അതൊരു പ്രശ്നമാണ്. അടുത്തോട്ട് പോയി കാണിക്കാനും പറ്റുന്നില്ല. ചെറിയ പേടിയുണ്ട് താനും. അല്ല, കണ്ടാ, കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടായിരുന്നെങ്കിൽ ഞാൻ വട്ടത്തി എന്നങ്ങ് പിടിച്ചേനെ. നോക്കാം.